പാക്കേജ് എടുത്ത് ഉംറയ്ക്ക് വരുന്ന ആളുകൾക്കറിയാം നമ്മൾ അവിടെ നിൽക്കുന്ന ഓരോ ദിവസവും പ്രിഷ്യസ് ആണ്. നമ്മൾ അവിടെ പോകുമ്പോൾ ഉംറ പാക്കേജ് എടുത്ത ടീം നമ്മളോട് ഓൾറെഡി ഇത്ര ഉംറകൾ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന് ശേഷം ഇനി ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എഫേർട്ടിലാണ് നമ്മൾ ചെയ്യുക. ഉംറയ്ക്ക് നമ്മൾ ഇഹ്റാം കെട്ടേണ്ടത് ഹറമിൻ്റെ പരിധിക്ക് പുറത്ത് നിന്നിട്ടാണ്. അപ്പം നമ്മൾ ഏറെക്കുറെ ഹറമിൻ്റെ അടുത്ത് തന്നെയാവും താമസിക്കുക. പക്ഷേ അവിടുന്ന് ഹറമിൻ്റെ ആ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ഇത്ര ഒരു കിലോമീറ്റർ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഇഹ്റാം ചെയ്യുകയാണ് വേണ്ടത്. ഇത് ഞങ്ങൾ വീണ്ടും ആയിഷ പള്ളിയിലെത്തിയപ്പോൾ അവിടെ ആ സ്ക്രീനിൽ എല്ലാ ഭാഷയിലും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഷക്കാരെയും പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിലൊക്കെ അതിലിങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആയിഷ പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് നമ്മൾ വീണ്ടും ഹറമിലോട്ടെത്തി. ഓരോ പ്രാവശ്യം നമ്മൾ ഹറമിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ കൂടെയുള്ള അമീർ അദ്ദേഹം വ്യത്യസ്ത ഗേറ്റുകളിലൂടെ ഞങ്ങളെങ്ങനെ എൻട്രി ചെയ്യിപ്പിച്ചു. അത് എല്ലാവർക്കും മറ്റേത് നമ്മൾ ഒരേ ഗേറ്റിലൂടെ തന്നെ കയറും ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ഭാഗങ്ങളൊന്നും ഇത് കാണുന്നില്ല. സോ അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ ഗേറ്റുകളിലൂടെയും ടോയ്ലറ്റ് നമ്പർ 3, 9 ഇതിൻ്റെയൊക്കെ ഏരിയകളാണ് ഏറെക്കുറെ എല്ലാവരും എൻട്രി ചെയ്യുന്നത്. അതിൻ്റെ പുറമെ വേറെ സൈഡിലുള്ള ഗേറ്റുകളൊക്കെ കുറേ പേരുകളൊക്കെ അതിന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ഗേറ്റിലൂടെയൊക്കെയായിരുന്നു ഞങ്ങൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഹറമിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഹറം ശരിക്കും നമ്മളെങ്ങനെ വിസ്മയിപ്പിക്കും. കാരണം ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ്. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹറം ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് കുറേ. അപ്പം ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അവരിങ്ങനെ വാച്ച് ചെയ്യും. അവരെത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ ജോലികൾ ചെയ്യുന്നത് എന്നറിയോ. ഇശാ നിസ്കാരത്തിന് ശേഷം ഉസ്താദ് എല്ലാവരെയും ഫ്രീ ആക്കും. ആളുകൾക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ പോയി കാണാം, പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഏറ്റവും പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിൽ മൊത്തം ഭാഗമൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്ലോക്ക് ടവറിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് അവിടുത്തെ ആളുകൾ, നമുക്ക് പരിചയമുള്ള മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ പറയും, നിങ്ങളിവിടെ ജസ്റ്റ് കണ്ടു പോകാമെന്നല്ലാതെ ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ വേറൊരു കടയിൽ പോയിട്ട് വാങ്ങുന്നതിനെക്കാട്ടിലും ഡബിളും കൊടുത്തിട്ടാണ് അവിടെ ഓരോ സാധനങ്ങളുള്ളത്. ഇത് ഗോൾഡ് സൂക്കാണ്. സാധാരണ നമ്മൾ മലയാളികൾക്ക് ഇത്തരം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും പരിചയമില്ല. നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് സിമ്പിളായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഈ പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന ആഭരണങ്ങളൊക്കെ ഭയങ്കര കൗതുകം ഉണർത്തും. അതേപോലെ തന്നെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കയറിയാലുള്ള പ്രധാനപ്പെട്ടൊരു പരിപാടിയാണിത്. പെർഫ്യൂംസിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഓരോ ഡെമോ പീസുകൾ അവർ നമുക്കിങ്ങനെ തരുകയും ചെയ്യും. നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ അവർ അപ്ലൈ ചെയ്ത് തരും. അതേപോലെ തന്നെ പേപ്പറിൻ്റെ ചെറിയൊരു സംഭവത്തിൽ നമുക്കതിൻ്റെ സ്മെല്ലൊക്കെ ആക്കിയിട്ട് തരും, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ സൗദി അറേബ്യയിൽ പോയാൽ നമ്മൾ മിസ്സാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അൽബേക്ക്. അങ്ങനെ ഞങ്ങൾ അൽബേക്കൊക്കെ വാങ്ങി. അൽബേക്കിൻ്റെ നഗറ്റ്സ് ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്ക്, അല്ലെങ്കിൽ ഞാനൊരു പക്ക പെരിന്തൽമണ്ണക്കാരിയാണ്, എന്നെ സംബന്ധിച്ചിട്ട് നമ്മളെ നാട്ടിലെ നെഹദീൻ്റെ ടേസ്റ്റും ആ ടേസ്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി സ്പൈസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കുറച്ചും കൂടി പെയിലായിട്ടുള്ള ഫുഡുകളാണ്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാ സമയവും ചിലപ്പോൾ ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞോണമെന്നില്ല, അല്ലെങ്കിൽ സഅയും തവാഫും കൂടെ കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും. അതിന് പകരം നമ്മൾ തവാഫ് മാത്രമായിട്ട് നമുക്ക് നിയത്ത് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇഹ്റാം കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ നിയത്ത് വെച്ചിട്ട് നമ്മൾ കാബൻ തവാഫ് ചെയ്താൽ മതി. ഈ സമയത്താണ് നമുക്ക് കാബേൻ്റെ കില്ലയിലൊക്കെ ഒന്ന് തൊടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ പിറ്റേ ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ ഞങ്ങൾ അങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പോയി. ഈ സമയത്താണ് നമ്മൾ ഹറമിൻ്റെ ഓരോ ഭാഗങ്ങളും പോയി കാണുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് ഞാൻ ഇവിടുന്ന് ഉംറയ്ക്ക് പോണ സമയത്ത് എന്തൊക്കെ പാക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് കുറേ സാധനങ്ങൾ വാങ്ങിക്കും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അതിൽ അവരൊക്കെ പറയാത്തൊരു കാര്യം എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. സൺഗ്ലാസസ് അല്ലെങ്കിൽ ഷെയ്ഡ്സ് നിർബന്ധമായിട്ടും നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ, ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ടും സൺഗ്ലാസസ് അല്ലെങ്കിൽ ഷെയ്ഡ്സ് കൊണ്ടുപോകണം. അത് ആവശ്യം വന്നത് ഞാൻ അവിടെ ഇതേപോലെ നട്ടുച്ച സമയത്ത് ഹറമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഷെയ്ഡ്സൊക്കെ അല്ലെങ്കിൽ സൺഗ്ലാസസ് ഒക്കെ ഉപയോഗിച്ച് നടക്കുന്നത്. അതിൻ്റെ ആവശ്യം മനസ്സിലായത് ഇതേപോലെ നട്ടുച്ച സമയത്ത് പുറത്തിറങ്ങിയപ്പോഴാണ്. ഹറമിൻ്റെ മുറ്റത്തൊക്കെ ഏറെക്കുറെ ഈ വൈറ്റ് ടൈല് പോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ ലൈറ്റ് അതിലിങ്ങനെ തട്ടിയിട്ട് നമ്മളെ കണ്ണിലേറ്റ് ഇങ്ങനെ പ്രതിഫലിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും കണ്ണ് കാണാൻ കഴിയില്ല. ഞാനിങ്ങനെ പർദ്ദൻ്റെ ഷാളൊക്കെ ഇങ്ങനെ മുഖത്തിലൂടെ ഇട്ടിട്ടാണ് നടന്നത്. അതേപോലെ തന്നെ ഹറമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ടൈലൊന്നും അത്ര വേഗത്തിൽ ചൂട് പിടിക്കില്ല. കുറച്ചൊക്കെ നമ്മളെ കാലിനൊരു സുഖം ഉണ്ടാവും.
അങ്ങനെ ഞാനന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണ്ടില്ല, എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആദ്യം ഒരു സൺഗ്ലാസ് വേണം, അല്ലാണ്ട് നാളെ മുതൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ പുള്ളീനെ ഇങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി തല വഴിയൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹിറാമിൻ്റെ തുണിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഞാൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് സൺഗ്ലാസ് വേണം, സൺഗ്ലാസ് വേണം. പക്ഷേ നമ്മൾ ഈ പോഷ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് സൺഗ്ലാസ് വാങ്ങുന്ന കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഇന്ന് ഞാൻ മക്കത്തെത്തിയിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ വെള്ളിയാഴ്ചക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട്. അപ്പം ഞാൻ ഓരോ ദിവസം രാവിലെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവരൊക്കെ പോയി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാകുമ്പോൾ അവർ കുറേ ഉപദേശിക്കും ചെയ്യും. അപ്പോൾ വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകത ഇന്ന് ഹിറാ ഗുഹ കാണാനും കൂടെ പോവാണ്. അപ്പോൾ ഹിറാ ഗുഹ കാണാൻ പോവുക, ആർസൗർ കാണാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഭാഗങ്ങളായിരുന്നു. കാരണം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച ആ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 5 മണിയായപ്പോഴേക്കൊക്കെ ഇറങ്ങി. സുബഹി ബാങ്കൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ഹിറാ ഗുഹയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ടാസ്ക് തന്നെയായിരുന്നു അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, നബിക്ക് വേണ്ടിയിട്ട് ഖദീജ ബീവി എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ആ ഒരു മല കയറിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈമാന് ഇത്ര ശക്തിയുള്ളതും. ഹിറാ ഗുഹ എത്തിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങിയിട്ടാണ് നബിക്ക് വഹി ലഭിച്ച ഗുഹയിലേക്ക് എത്തുക. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ അകത്തൊക്കെ ആ കാണുന്ന സ്പേസിലൂടെ ഒരാൾക്ക് മാത്രമേ അറ്റ് എ ടൈമിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ മലയാളീസ് അല്ലാത്ത വേറെ രാജ്യത്തു നിന്ന് ആളുകളൊക്കെ, അവർ കുറച്ചൊക്കെ തടിമിടുക്കുള്ള ആളുകളൊക്കെ, അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉന്തി തിരക്കിയിട്ടൊക്കെ പോകും. അപ്പോഴേക്ക് കുറച്ച് ഞങ്ങൾ ടീമിലുള്ള കുറച്ച് ആളുകളൊക്കെ ഇടപെട്ട് സ്ത്രീകളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാ പ്രാവശ്യവും ഇത് ഇങ്ങനെ തന്നെയാണ് എന്നാണ് അറിഞ്ഞത്. അല്ലാണ്ട് അവർ പ്രോപ്പറായിട്ട് പോകുന്നില്ല. ഇനി അവിടെ ഹിറാ ഗുഹയിൽ നബി ഇരുന്ന സ്ഥലത്ത് ആളുകൾക്ക് ഒരു ശുക്രിൻ്റെ സുജൂദ് ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടാവുക. പക്ഷേ ചില ആളുകൾ അവിടെ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിക്കാൻ നിൽക്കും. അപ്പോൾ അത്രയും ആളുകൾ അവിടെ ഇങ്ങനെ ഡിലേ ആക്കി നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അതൊക്കെ വേഗം വേഗം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കയറിയപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് സ്നാക്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അന്ന് വൈകുന്നേരവും ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലോക്ക് ടവർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ ഓരോ സമയം എൻ്റർ ചെയ്യുന്നതും പല പല ഭാഗത്തും അതുപോലെ തന്നെ ക്ലോക്ക് ടവറിൻ്റെ പല ഏരിയകളും ആയതുകൊണ്ട് നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെന്നതല്ലേ എന്നുള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് ക്ലോക്ക് ടവർ ചെല്ലുമ്പോൾ തോന്നില്ല. ഇവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് സെഫോറയുടെ ഷോപ്പിൽ കയറുന്നത്. ഞാനപ്പോൾ ഇങ്ങനെ വീട്ടിൽ അനിയത്തിൻ്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി. പക്ഷേ ഞാനങ്ങനെ വീഡിയോ എടുത്തത് കണ്ടപ്പോൾ അവരിൽ ഒരാളൊരു സ്റ്റാഫ് വന്നിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വലിയ ബ്രാൻഡ്സിൻ്റെ ഷോപ്പിലൊന്നും നമ്മളമാതിരി ലോക്കൽ ആളുകളൊന്നും എടുക്കാൻ പറ്റില്ല. അവരെ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ അവരുടെ പരസ്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതിനുള്ള പെർമിറ്റുള്ളൂ. ഹിറാ ഗുഹ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അടുത്ത ടാർഗറ്റ് ഉണ്ടായിരുന്നത് ആർസൗർ കയറാനാണ്. ഇവിടെ ഞാൻ ശരിക്കും നന്നായിട്ട് പ്രയാസപ്പെട്ടു. എനിക്ക് പെട്ടെന്നൊന്നും ആ കുന്നൊന്നും വലിഞ്ഞ് കയറാൻ കഴിഞ്ഞില്ല. എന്നെക്കാട്ടിൽ എത്രയോ പ്രായമുള്ള ആളുകൾ, ഒരു 70 ഒക്കെ ആയ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കൂളായിട്ട് അവർ കയറിയെന്നാണ്. ഞാൻ അവിടെ കയറിയപ്പോഴത്തേനും ആകെ സ്വെറ്റ് ചെയ്ത് കിതച്ച് ആകെ സീനായി. പിന്നെ കുഴപ്പമുണ്ടായില്ല, കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് ശരിയായി. ഇവിടെയാണ് നബിയും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ശത്രുക്കളെ പേടിച്ച് ഒളിച്ചിരുന്ന സ്ഥലമാണത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ പഠിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലിൽ പാമ്പ് കൊത്തുന്ന ആ ഒരു രംഗങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മളതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ വ്യൂ ഭയങ്കര ഭംഗിയാണ്.
ഇപ്പോഴേക്കും നമ്മളെ മുതലാളിക്ക് ഏകദേശം തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. പുള്ളിക്ക് കുറച്ച് ലീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നതനുബന്ധിച്ചിട്ട് പുള്ളി എക്സ്ട്രാ ലീവൊക്കെ എടുത്ത് വന്നതാണ്. അപ്പോൾ ഒരു 6 ദിവസം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പുള്ളിയുടെ ബസ് ടിക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടണലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കാതടുപ്പിക്കുന്ന ശബ്ദങ്ങളല്ലേ കേൾക്കുക. അങ്ങനെ പുള്ളി 6 ദിവസം കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു പോയി. മദീനത്തോട്ട് നമ്മൾ പോകുന്നതിന് മുൻപ് മക്കയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ക്യാമൽ സഫാരി. ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇവിടുന്ന് ക്യാമൽ സഫാരി ചെയ്യാം. 10 റിയാൽ എങ്ങാണ്ടാണ് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മൾ ഒട്ടകത്തിൻ്റെ പാല് അവർ ചൂടോടെ കറന്നിട്ട് നമുക്ക് കുടിക്കാൻ തരും. ചില ആളുകളൊക്കെ അത് ഡബ്ബയിലൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. എനിക്ക് പിന്നെ മൊത്തത്തിൽ ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിലൊന്നും ഇറങ്ങില്ല. ഞാൻ ഇവിടെ കയറുന്ന ആളുകളെ വീഡിയോ ഒക്കെ എടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നിൽക്കുക എന്നല്ലാണ്ട് ഞാൻ ചെയ്യില്ല. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളിവിടെ ക്യാമൽസിൻ്റെ ഈ ഫാമുകളൊക്കെ കണ്ടത്. നമ്മുടെ നാട്ടിൽ പശുവിൻ്റെ ഫാമൊക്കെ കണ്ട പോലെ നമ്മൾ ക്യാമൽസിൻ്റെ ഫാമൊക്കെ അവിടെ നിന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് ഹജ്ജിൻ്റെ സീസണിൽ മാത്രം പുറത്തിറക്കുന്ന ബസ്സുകളാണ്. അപ്പോൾ ഹജ്ജ് സീസണിൽ മാത്രമാണ് ഇവക്ക് സർവീസ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഇതേപോലെ ഷെഡിൽ കയറ്റിയിടും. 1000 ബസ്സുകളാണ്. അത്രയും ബസ്സുകൾ ടേക്ക് കെയർ ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഒരുപാട് സ്റ്റാഫും ഉണ്ട്. ഇത് ഹജ്ജ് സീസണിൽ മാത്രം ഇറക്കും. ഹജ്ജിൻ്റെ സീസൺ കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അതിനെ ഷെഡിൽ കയറ്റി വെക്കുകയാണ് അത്ര ചെയ്യുക. അതവിടെ എങ്ങനെ വെക്കുക, മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുണ്ടെന്നല്ലേ പറഞ്ഞേ. ഇനി അടുത്ത ഹജ്ജിന്റെ സീസൺ ആവുമ്പോ അത് ഹജ്ജിന്റെ സീസൺ ആവുമ്പോ വീണ്ടും എടുക്കും. ഇന്ന് മക്കത്തുള്ള ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ബസ്സിൽ വെച്ചു. ഇതായിരുന്നു ഞങ്ങൾ മക്കയിൽ താമസിച്ച ആ ഒരു സ്ഥലം. ജസ്റ്റ് ആ ലാൻഡ്മാർക്ക് ഒന്ന് നോക്കി വെച്ചതാണ് ഞാൻ. ബാക്കി ഇനി നമുക്ക് മദീനയിലെ കാഴ്ചകൾ കാണാം.